ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വന്ന ഒരു കമന്റ് ആണ്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കമന്റ്സ് വായിച്ചിട്ട് റിപ്ലൈ തരുന്ന വീഡിയോയിൽ ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ കണ്ടു. പെട്ടെന്ന് പറയണം, നിങ്ങൾക്ക് ബോറടിക്കുന്നുള്ളത്. അതായത് 15-20 മിനിറ്റ് ഒക്കെ കാണും. ഇപ്പം ഞാൻ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് എനിക്കറിയുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെയല്ല. പലരുടെ കമൻസ് ഒരു 5-6 അല്ലെങ്കിൽ 7 പേരുടെ കമൻസ് വായിച്ചിട്ട് അത് പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു പോവാന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെ ഞാൻ ഈ കമൻസ് എല്ലാം നോക്കി വെക്കുന്നുണ്ട്. എങ്കിലും ചിലപ്പോൾ നമ്മൾ ലൈവിലിരുന്ന് പെട്ടെന്ന് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മംഗ്ലീഷൊക്കെ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിങ്ങനെ വായിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ലെങ്തി ആക്കുന്നതല്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതും ഒരു 10-15 മെസ്സേജ് അല്ലെങ്കിൽ ഒരു 10 മെസ്സേജ് വായിച്ചിട്ട് 10 കമൻസ് വായിച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നതെന്ന് പറഞ്ഞാൽ തീർത്തും ഡിഫറെൻ്റ് ആണ്. നമ്മൾ പല സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എങ്ങനെയായാലും ലെങ്തി ആയി പോകും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമായിരിക്കും. റേസ് മണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏറ്റവും താഴെ ഭാഗത്താണ്, അതായത് ടാഗ് ഒക്കെ കൊടുക്കുന്ന അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നത് റേസ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഓൺ ആക്കാം, ഓഫ് വേണ്ട എന്നുള്ളവർക്ക് ഓഫ്. അതെന്താണ് ഈ റേസ് മണി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. റേസ് മണി എന്ന് പറയുന്നത് എല്ലാവർക്കും കയറി ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് പൈസ നമുക്ക് ഏൺ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അത് നമുക്കൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾ. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് കൺട്രിയിലാണ് ആയിരിക്കുന്നത്. ഇപ്പം ഞാൻ യു എയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ഏത് കൺട്രിയിലാണോ അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അതിന് മുന്നേ നമ്മൾ ഇത് റേസ് മണി ഓണാക്കി കൊടുക്കുന്നതിന് മുന്നേ ചിന്തിക്കണം. നിങ്ങൾ ഏത് കൺട്രിയിലാണ് അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി ആണോ, അതിന് അനുവാദമുള്ള കൺട്രി ആണോ എന്നുള്ളത് ചിന്തിക്കാം. എനിക്ക് യു എയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്താനുള്ള ഒരു ഓപ്ഷനേ ഇല്ല. അവർക്ക് ഇവിടെ ലീഗലി ഉള്ള ചാരിറ്റി ഉണ്ട്. അപ്പം നമുക്കൊരു വ്യക്തികൾക്കായിട്ട് പോയിട്ടൊരു ചാരിറ്റി നമുക്കൊരാളെ അല്ലാതെ ഹെൽപ്പ് ചെയ്യാം. മറ്റുള്ളവരോട് ഇന്ന് മണി കളക്ട് ചെയ്തിട്ട് നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്താനായിട്ട് യു എയിൽ പറ്റില്ല. അതുപോലെ ഓരോ കൺട്രിക്കും അതിൻ്റെതായ നിബന്ധനകളും ലോസും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിന് മുന്നേ അതിനെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ നിങ്ങൾക്കൊരു ചാരിറ്റി സംഘടന ഉണ്ടായിരിക്കണം. അതായത് ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ലൈസൻസ്ഡ് ആയിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അത് ചിലപ്പം അവരുടെ കയ്യിൽ പൈസ ഒന്നും കാണത്തില്ല, മറ്റുള്ളവരുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരു ലാഭേച്ഛ കൂടാതെ, അതായത് എനിക്ക് ഒരു പൈസ ഇതിൽ നിന്ന് എടുക്കാനല്ല, അതിൽ നിന്ന് കിട്ടുന്ന ഓരോ മണി, ഈ ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ മണിക്കും കൃത്യമായിട്ട് എവിഡൻസും അതിനുള്ള പേപ്പർ വർക്ക് എല്ലാം ഉണ്ടായിരിക്കണം. ഒരു പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ നഷ്ടപ്പെട്ടു പോയാലും ഒരുപക്ഷെ നമ്മളെ കള്ളനായിട്ട് വരെ ചിത്രീകരിക്കാൻ, അല്ലെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് വരെ നമ്മളെ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് ആവശ്യമില്ല ഒന്നും കയറി ആ റേസ് മണി എന്ന് പറയുന്ന സാധനത്തിൽ ആരും ക്ലിക്ക് ചെയ്യരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കല്. ഇതൊക്കെ നമ്മൾ ആയിരിക്കുന്ന ആ നാട്ടിലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ എന്തെങ്കിലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് റെക്കോർഡിക്കലി ആ ഗവൺമെന്റിന്റെ അടുത്ത് പോകും. അപ്പം നമ്മൾ എത്ര രൂപ കളക്ട് ചെയ്തു, നമുക്ക് എത്ര കിട്ടുന്നു, ഇതെല്ലാം അവർക്ക് അതിനകത്ത് കിട്ടും. നമ്മളത് കഴിഞ്ഞിട്ട് ഈ മണി നമുക്ക് ഈ കുറച്ച് എന്തെങ്കിലും മണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ചാരിറ്റി ചെയ്തു, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി, ഇതെല്ലാം നമുക്ക് ലീഗൽ എവിഡൻസ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഒരു രൂപയുടെ പോലും നമ്മൾ എവിഡൻസ് കൊടുക്കേണ്ടതാണ്. നമ്മളിത് എവിടെയൊക്കെ ചാരിറ്റി ചെയ്തു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ കയറി ക്ലിക്ക് ചെയ്ത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കയറി ക്ലിക്ക് ചെയ്ത് പൈസ കളക്ട് ചെയ്യാനും പറ്റത്തില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള നമുക്ക് ചാരിറ്റിയുടെ പേപ്പർ വർക്ക്സ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കണം. നമ്മളൊരു ചാരിറ്റി പ്രവർത്തകനാണ്, അല്ലെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ലീഗലി ഉള്ളൊരു ട്രസ്റ്റ് ഉണ്ട്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും കയറി നമ്മൾ വീഡിയോ ഇടുന്ന എല്ലാവർക്കും കയറി ചാരിറ്റി പ്രവർത്തനവും നടത്താൻ പറ്റത്തില്ല, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഈ റേസ് മണി എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കാണുന്നത്. വെറുതെ കയറി നിങ്ങൾ റേസ് മണിയിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് പിന്നെ അതിൻ്റെതായ പേപ്പർ വർക്ക്സുകളും അതിൻ്റെ ലീഗൽ ഡോക്യുമെന്റ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആവശ്യമുണ്ടായി നമ്മൾ അതിനകത്തൊന്നും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് റേസ് മണി എന്നുള്ളത്. ഫേസ്ബുക്കിലെ റേസ് മണി എന്താണെന്ന് മനസ്സിലായല്ലോ.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ അതിനകത്ത് കമൻറ്റിൽ ഇട്ടോളൂ. എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ വന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റെനി സൈനിങ് ഓഫ്. ബൈ.